ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രശസ്ത സുവിശേഷ പ്രസംഗകനായ C.S. ലൂയിസ് പറഞ്ഞ ചില വാക്കുകൾ ഓർമ്മ വരികയാണ്. ഒരിക്കൽ ഒരു പള്ളിയങ്കണത്തിൽ പ്രസിദ്ധമായ 4 ദിവസം നീണ്ടു നിൽക്കുന്ന സുവിശേഷ യോഗങ്ങൾ നടത്തപ്പെട്ടു. ഒരാൾ മാത്രമാണ് ഈ 4 ദിവസവും വചന ശുശ്രൂഷയ്ക്കായി എത്തിച്ചേർന്നത്. 4-ാം ദിവസം ഒരു ഞായറാഴ്ച വൈകിട്ട് 4 ദിവസവും യോഗത്തിൽ പങ്കെടുത്ത ചില ആളുകൾ ഒരുമിച്ച് പ്രസംഗകനോടായി ഒരു ചോദ്യം ചോദിച്ചു. കഴിഞ്ഞ രാത്രികളിൽ നല്ല വചന ശുശ്രൂഷയായിരുന്നു. അങ്ങയുടെ വചന ശുശ്രൂഷ കേട്ട് ഞങ്ങൾ എല്ലാവരും മാനസാന്തരപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? നാളെ തിങ്കളാഴ്ച പ്രഭാതമാകുമ്പോഴത്തേക്കും മാനസാന്തരപ്പെട്ടു എന്നുള്ള കാര്യം ഞങ്ങൾ മറന്നുപോകുന്നു. ഇതാണ് ഞങ്ങളുടെ ഒരു പരാജയം. മാനസാന്തരപ്പെട്ട കാര്യം മറന്നു പോകാതിരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അല്പസമയം ആലോചിച്ചിട്ട് ആ പ്രസംഗകൻ അവരോടായി പറഞ്ഞത് ഇങ്ങനെയാണ്: 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിനുള്ള പ്രഖ്യാപനമുണ്ടായി. ഒരു രാജ്യത്തെ കപ്പൽപ്പട ആയിരക്കണക്കിന് പടയാളികളുമായി യുദ്ധമുഖത്തേക്ക് നീങ്ങുകയാണ്. യുദ്ധമുഖത്തേക്ക് യാത്ര തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് സുപ്രീം കമാൻഡർ അവരോട് പറഞ്ഞ സന്ദേശം: നാം വളരെയധികം പട്ടാളക്കാരുണ്ട്, വളരെ വലിയ കപ്പലാണ് നമ്മുടെ കപ്പൽ. പക്ഷെ നിങ്ങൾ ഒരിക്കലും മറന്നുപോകാതിരിക്കേണ്ട മറ്റൊരു കാര്യം, അന്തർവാഹിനി കപ്പലിലൂടെ കടന്നു വന്ന് നമ്മെ തകർക്കുവാൻ പ്രാപ്തിയുള്ളവരാണ് നമ്മുടെ ശത്രുക്കൾ. അതൊരിക്കലും മറന്നുപോകരുത്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത്, എല്ലാ കപ്പലുകളും കേടുപാടുകൾ തീർത്തിട്ട് വേണം യാത്ര തുടരുവാൻ. റിപ്പയറിംഗ് കഴിയാത്ത കപ്പലുകളുമായി യുദ്ധത്തിന് ഒരിക്കലും പോകരുത്. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു, കപ്പലുകൾ ഒന്നും ഒറ്റ തിരിഞ്ഞ് പോകരുത്, കൂട്ടം കൂട്ടമായി പോകണം. അവസാനമായി അദ്ദേഹം പറഞ്ഞത്, എല്ലാ കപ്പലിനും ഒരു ക്യാപ്റ്റൻ ഉണ്ട്, പക്ഷേ സുപ്രീം കമാൻഡർ എന്താണോ പറയുന്നത് അത് എല്ലാവരും അനുസരിക്കണം. ഇത് കേട്ട പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ, ഞങ്ങൾ പറഞ്ഞത് സാറിന് മനസ്സിലായില്ല, സാറ് പറഞ്ഞ ഉത്തരവും ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളാരും യുദ്ധത്തിന് പോകുന്നവരല്ല. മാനസാന്തരപ്പെട്ട കാര്യം മറന്നു പോകാതിരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങൾ അങ്ങയോട് ചോദിച്ചത്. അപ്പോഴാ പ്രസംഗകൻ അവരോടായി ഇപ്രകാരം പറഞ്ഞു: ഈ ലോകം വൃതന്മാരെ പോലും വഴിതെറ്റിക്കുവാൻ കെണിയൊരുക്കി കാത്തിരിക്കുന്ന ശത്രു നിറയപ്പെട്ടതാണ്. ഈ ലോകം മുഴുവൻ ശത്രുവിന്റെ അധീനതയിലുമാണ്. നമ്മളെക്കാൾ ശ്രേഷ്ഠരായ എത്ര വിശുദ്ധന്മാരെയാണ് പിശാച് ഈ വഴിയിൽ തകർത്ത് കളഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ശത്രുവിനെ ചെറുതായി കാണാതെ ശത്രുവിനോട് എപ്പോഴും എതിർത്ത് നിൽക്കുവാൻ ശ്രദ്ധയോടുകൂടെ തന്നെ നാം ക്രിസ്തീയ യാത്രയിൽ മുൻപോട്ട് പോകണം. രണ്ടാമതായി, കേടുപാട് പോക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് നമ്മുടെ ആത്മീക കൂട്ടായ്മകളാണ്. ആത്മീക കൂട്ടായ്മകൾ കേവലം ആത്മീക ആഘോഷങ്ങളല്ല, മറിച്ച് ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ വന്ന പാപങ്ങളെ തിരിച്ചറിയുവാനുള്ള, കേട് പരിഹരിക്കുവാനുള്ള അവസരങ്ങളാണ്. കണ്ണാടി എന്നുള്ള പദപ്രയോഗം ബൈബിളുമായി ചേർത്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. മുഖത്ത് വയ്ക്കുന്ന കണ്ണാടി മറ്റുള്ളവരെ വലുതായി കാണാനും അവരുടെ കുറ്റങ്ങളും അവരുടെ കുറവശങ്ങളും മനസ്സിലാക്കാനും ഉള്ളതാണെങ്കിൽ, തീല കണ്ണാടി നമ്മുടെ തെറ്റുകൾ കാണുവാൻ വേണ്ടി ഉള്ളതാണ്. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത്, കപ്പലുകൾ ഒന്നും ഒറ്റ തിരിഞ്ഞ് പോകരുത്. ഇതിന്റെ അർത്ഥം കൂട്ടായ്മ ഉള്ളവരായിരിക്കണം. ഒറ്റപ്പെട്ടവരായി ജീവിച്ചാൽ എപ്പോഴും പരാജയങ്ങൾ മുൻപിലുണ്ട്. കൂട്ടായ്മയുടെ ബന്ധം, അന്യോന്യം ഭാരം ചുമക്കുന്ന അനുഭവം, അത് ഓരോ ക്രിസ്തീയ വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. നാലാമതായി അദ്ദേഹം പറഞ്ഞത്, എല്ലാ കപ്പലുകൾക്കും ക്യാപ്റ്റന്മാർ ഉണ്ടെങ്കിലും സുപ്രീം കമാൻഡറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം. ജീവിതത്തിൽ വിജയകരമായി ജീവിക്കണമെങ്കിൽ ദൈവശബ്ദം കേൾക്കുകയും ദൈവശബ്ദത്തെ അനുഗമിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.